ശ്രീ രാഹുൽ ഈശ്വർ ബോച്ചെ ഫാൻസിനോട് തൽക്കാലം മിണ്ടാതിരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ കൊടുക്കാമല്ലോ ഇല്ലേ? തൽക്കാലം കമന്റുകളൊക്കെ നിർത്തി മിണ്ടാതിരിക്കുക, അല്ല കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ കാണിക്കരുത്. ഏത് സ്ത്രീയോടും ഏത് മനുഷ്യനോടും മോശമായി പെരുമാറുന്നതിനെ ആരും ന്യായീകരിക്കില്ല. ഇനുവെന്റോസ് ആൻഡ് ഇൻസിനുവേഷൻ അഥവാ വ്യംഗ്യത്തോടുകൂടി ലൈംഗിക ചോയുള്ള റിമാർക്സ് നടത്തുന്നത് നമ്മുടെ BNS സെക്ഷൻ 75 4ാം ഉപവകുപ്പ് പ്രകാരം തെറ്റ് തന്നെയാണ്. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യേണ്ട നിലപാട്, ഏറ്റവും നല്ല നിലപാടുകളിലൊന്ന് പറഞ്ഞത് ഫറാ ഷിബിലയാണ്. ഫറാ ഷിബിലയുടെ നിലപാടും കൂടി ഈ ചർച്ചയിൽ വരുമ്പോഴാണ് അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുക. ഫറാ ഷിബില പറയുന്നു, ആൺനോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്ന്. കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടും കൂടി, അവരൊരു സ്ത്രീയാണ്, അഭിനേത്രിയാണ്, കലാകാരിയാണ്, ഇതേ രംഗത്ത് നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ്. ഹണി റോസിന്റെ എല്ലാ, ഹണി റോസിനും വീട്ടുകാർക്കും വിഷമമായെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് എല്ലാം, പക്ഷേ അത്ര നിഷ്കളങ്കമാണ് കാര്യങ്ങളും തോന്നില്ല എന്ന് പറഞ്ഞ് സ്ത്രീ രംഗത്ത് തന്നെ വനിതാ പ്രവർത്തക കൂടിയായ സ്ത്രീ അല്ലെങ്കിൽ കലാകാരി മേഖലയിൽ നിന്ന് വന്നവരുടെ 2-3 വരികളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്ന് ഷിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു. അത് ഈ വഷളൻ ബോച്ചയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഇതെല്ലാം പറയുന്നത്? ആ വഷളനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഇതെല്ലാം പറയുന്നത്? മഞ്ജുഷ് സി ബോച്ചയുടെ സംസാരത്തിന് മിതത്വമില്ലെന്നും ശരിയല്ലെന്നും പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും വൾഗറാണെന്നുള്ള വിമർശനത്തെ എന്തിനാണ് നമ്മൾ പേടിയോടെ കാണുന്നത്? എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതയോടെ കാണുന്നത്? കേരളത്തിൽ ആർക്കെങ്കിലും അത് ഒരിക്കലെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ? പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളെങ്കിലും ഉണ്ടോന്ന് ഒരു കാര്യം കൂടി രാഹുൽ ഈശ്വർ എന്ന പുരുഷവാദി അല്ല ചോദിക്കുന്നത്, ഫറാ ഷിബ്ല എന്ന സ്ത്രീ ചോദിക്കുന്നു. ദയവായി ഒരു വരി കൂടി ശ്രദ്ധിക്കുക, ഒരു വരിയേ ഉള്ളൂ. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോന്ന് ഒരു സ്ത്രീ തന്നെ ചോദിക്കുകയാണ്. അപ്പോ സ്ത്രീകളുടെ ഹണിറോസിനെ കണ്ടിട്ട് ബോച്ചെ പറഞ്ഞ പോലെ കുന്തി ദേവി എന്ന് ചോദിക്കുവാനുള്ളതൊന്നും ആർക്കുമില്ല അല്ലെ? അങ്ങനെ തോന്നലൊന്നുമില്ല. പാർവതി രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടല്ലോ, രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടല്ലോ. പാർവതി അവിടെയാണ് ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, നത്തിങ് ദാറ്റ് ഈസ് മോറലി റോങ് ക്യാൻ ബി പൊളിറ്റിക്കലി റൈറ്റ്. ധാർമ്മികമായ തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉദാഹരിക്കുന്നത് പടം സഹിതമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. പാർവതി അവിടെയാണ് ഞാൻ ദയവായി ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ദയവായി ഈ കാര്യത്തിൽ അങ്ങ് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് എന്നോടാണ് ചോദിക്കുന്നത്. പാർവതിയോടെയാണ്. ഓ ക്ഷമിക്കണം. മോറലി റോങ് എന്ന് പറയുന്നത് എത്തിക്കലി റൈറ്റ് ആകാൻ പാടില്ല. അദ്ദേഹം പറയുന്നത് ബോച്ചെ എന്ന് പറയുന്നയാള് മോറലി കറക്റ്റ് ആണ്. ബിക്കോസ് ഹണി റോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു, അവർക്ക് ആ വേദിയിൽ ഉചിതമെന്ന് തോന്നുന്ന വസ്ത്രം അവർ ധരിച്ചത് കൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞ ഒരു വാദങ്ങളും മോറലി റോങ് അല്ല, ആൻഡ് സോ ഇറ്റ് ഈസ് പൊളിറ്റിക്കലി കറക്റ്റ് എന്നും കൂടെ നമുക്ക് ലോജിക്കലി വായിച്ചെടുക്കാം. അതാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരാളുടെ വസ്ത്രധാരണം അത് ചിലപ്പോൾ വ്യക്തിപരമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതോ പറ്റുന്നില്ലാത്തോ അത് പേഴ്സണൽ കാര്യമാണ്. അതിന് വേദിയിൽ കയറി നിന്ന് അവരെ അധിക്ഷേപിക്കുന്നത് ആണ് കൂടുതൽ മോറലി റോങ്, എത്തിക്കലി റോങ് എന്ന് ഞാൻ രാഹുൽ ഈശ്വറിനോട് ചോദിക്കുവാണ്. ഏതാണ് കൂടുതൽ? രാഹുൽ ഈശ്വർ പൊതുവേദിയിലിരുന്ന് കുന്തി ദേവി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ധ്വനി ഉണ്ടാക്കുന്ന വ്യംഗ്യാർത്ഥ്യത്തിൽ സംസാരിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറാകുന്നു. അത്രേ ഉള്ളൂ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ മാത്രം നമ്മൾ സംസാരിച്ചു, അത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ കോൺവെർസേഷൻ. അവിടെ അങ്ങനെയല്ല മാഡം, അവിടെയാണ് എന്റെ പ്രശ്നം. പറയുമ്പോൾ ഇതിന്റെ വിപണന സാധ്യത ഉപയോഗിച്ച ഒരു വ്യക്തിയാണെന്ന് പറയുന്നതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. കാര്യം എല്ലാവർക്കും അറിയാത്ത സത്യമാണ്. അവരുടെ ഇനോഗ്രേഷൻ മാർക്കറ്റ് ചെയ്ത ഒരു താങ്കൾ ബോച്ചയുടെ ഈ ആഘോഷത്തരവുമായി ചേർത്ത് വെച്ച് പറയുകയാണ്. പാർവതി പറയട്ടെ. ഉപയോഗിക്കാനായി ക്ഷണിച്ചു വരുത്തി പണം കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയ ആളാണ് ബോച്ചെ. ആ പണം മേടിച്ച് അവിടെ സൗകര്യപൂർവ്വം ചെന്ന് നിന്ന വ്യക്തിയാണ് മറുഭാഗത്തെ വ്യക്തി. അത്രേ ഉള്ളൂ, അതേ പറയുന്നുള്ളൂ.
അപ്പൊ നമ്മൾ ആ പണം മേടിച്ച് സൗകര്യപൂർവ്വം നിന്നതല്ല. അല്ലല്ലല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ലല്ല, അങ്ങനെയല്ല. അവരിങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവരെ മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹം ബോച്ചെ തന്നെ പറയുന്നുണ്ട്. അവരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്, അവരെ മാർക്കറ്റ് ചെയ്യാൻ അവർ വന്നാൽ ആള് കൂടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. അവരെ കുറിച്ച് പറഞ്ഞാൽ അത് കൂടുതൽ മാർക്കറ്റിംഗ് സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹവും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ കച്ചവട താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കച്ചവട താല്പര്യങ്ങളെ കുറിച്ച് പറയരുത്. കച്ചവട താല്പര്യത്തിന്റെ പേരിൽ ആരെയും മുറിവേൽപ്പിക്കാം, ആരെയും വേദനിപ്പിക്കാം, ഏത് തരത്തിലും അസഭ്യം പറയാമെന്ന് പറയുന്ന അങ്ങനെ ഒരു കേരളമാണോ കേരളത്തിൽ ഉണ്ടാവേണ്ടത്? ആ കേരളമാണോ നമുക്ക് വേണ്ടത്? ആ ആലോചനകളിലാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? നമ്മുടെ കുട്ടികൾ വളരേണ്ടത്? രാഹുൽ തീർച്ചയായിട്ടും എഗ്രി. അല്ല, രാഹുലിന് അതിന് മറുപടി ഇല്ലല്ലോ. അല്ല, അത് മറുപടി നല്ല പോയിന്റാണ്, അത് എഗ്രി ചെയ്യാൻ കഴിയുന്ന പോയിന്റാണ്. പക്ഷെ ഏകപക്ഷീയമായി ആക്രമിക്കുമ്പോൾ മറുവശത്ത് ഇനി രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായം നോക്കണ്ട. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ ചെയ്യാമെന്നുള്ളതായിരുന്നല്ലോ. അല്ല, ബോബി ചമ്മണ്ണൂർ ചെയ്ത ശരിയാണെന്നല്ല, ഹണി റോസ് ചെയ്ത ചില കാര്യങ്ങളും കൂടി വിമർശിക്കപ്പെടണമെന്നാണ് പറയുന്നത്. ബോബി ചമ്മണ്ണൂർ ചെയ്തത് ശരിയാണെന്നല്ല, പക്ഷെ ഹണി റോസ് ചെയ്ത ചില കാര്യങ്ങളും സഭ്യതയുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. സണ്ണി ലിയോൺ കൊച്ചിയിൽ വരുമ്പോൾ ഇവിടെ ആൾക്കാർ കാണാൻ കൂടുന്നത് സണ്ണി ലിയോന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അല്ല. ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ അത് ചൂഷണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലനങ്ങളും അനുരണനങ്ങളും ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴും എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കരുത്. അപ്പൊ ഇത് റിയാലിറ്റിയാണ്. ഷാറുഖ് ഖാൻ വന്നാലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരുമിച്ച് കൂടും. അത് പിന്നെ പുരുഷന്റെ ലൈംഗികത, സ്ത്രീകളുടെ ലൈംഗികത, ഇതൊക്കെ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടാണ് സിനിമ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സെക്സ് ഓൾവേസ് സെൽസ്, അതൊക്കെ സത്യം തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് മാർക്കറ്റൊക്കെ നിലനിൽക്കുന്നത്. നമുക്ക് അവിടെ തൊട്ടേ അന്വേഷിക്കാൻ ഒക്കില്ല. ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല. ഏത് തരത്തിലാണോ അവരെക്കുറിച്ച് നേരത്തെ മുന്നും പിന്നും അറിയാതെ ഒരാളെ ഞാൻ പിടിച്ച് അറിയാതെ വേദിയിൽ കൊണ്ടുപോയി, അയ്യോ എന്നിട്ട് ഞാൻ അറിയാതൊരു കമന്റ്, അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് കാര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം വിളിച്ചത്. എങ്ങനെ വേഷം ഇടുന്ന ആളാണ്, അതിന്റെ മാർക്കറ്റിംഗ് സാധ്യതയൊക്കെ നോക്കിയിട്ട് വിളിച്ചിട്ട്, എന്നിട്ട് അതിന്റെ പുറത്ത് ആക്ഷേപിക്കുന്ന കമന്റ് പറഞ്ഞ് അത് ആൾക്കാർക്ക് ചർച്ച ചെയ്യുമെന്നും അതിന്റെ പേരിൽ ഇദ്ദേഹം വളരുമെന്നുമുള്ള കൃത്യമായ ദുർലാക്കോടുകൂടി പറഞ്ഞ ആ കമന്റിനെ നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് ഹണി റോസും വസ്ത്രം ധരിക്കുന്നത്. അത്രേ പറഞ്ഞുള്ളൂ. അത് അതിന്റെ പേരിൽ രണ്ടുപേർക്കും മാർക്കറ്റിംഗ് സാധ്യതകളെ കുറിച്ച് ബോധ്യമുള്ളപ്പോൾ ആ മാർക്കറ്റിംഗ് സാധ്യത അതിലും ഒരു ഉള്ള ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. അതിന്റെ മുകളിൽ ഹണി റോസിനെ മാത്രമല്ല നടികളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള അടുത്ത പദപ്രയോഗം വന്നു. ഇങ്ങനെ പദപ്രയോഗങ്ങളുടെ മേൽ പദപ്രയോഗം, ഈ ദ്വയാർത്ഥമൊന്നും ആർക്കും അറിയാൻ വയ്യെന്നാണോ? 99% ആൾക്കാർ ഇപ്പോഴും ഹണി റോസിനെ തന്നെയാണ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. 99% ആൾക്കാർ ഇപ്പോഴും ഹണി റോസിനെ മാത്രമാണ് വിമർശിക്കുന്നത്. രാഹുൽ ഇപ്പോഴും ഈ നിമിഷവും ആ പെൺകുട്ടിയെ തന്നെയാണ്. പക്ഷെ അത് അൺഅപ്പോളജറ്റിക് ആയിട്ട് അത് ചെയ്തതിൽ തെറ്റില്ല. ഭാഗത്തുനിന്ന് ശരിയല്ലാത്ത നിലപാട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് തിരുത്തണം. പക്ഷേ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുതെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നു. അല്ല, ബോച്ചയ്ക്ക് അധിക്ഷേപിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള എന്ത് പശ്ചാത്തലമാണോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു അധിക്ഷേപ വാക്കുകൾ പ്രയോഗിക്കാനും അതിന് മുകളിൽ അധിക്ഷേപ വാക്കുകൾ പ്രയോഗിക്കാനും അതിനുശേഷം പിന്നാലെ നടന്ന് വീണ്ടും അപമാനിക്കുവാനും ക്ഷണിക്കുവാനും ഒക്കെയുള്ള എന്ത് അധിക്ഷേപ കാര്യമാണുള്ളത്? എന്താണ് തീർക്കാം. ബോച്ചെ ചെയ്തത് ശരിയല്ല, പക്ഷെ ഹണി റോസ് ചില കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം എന്ന് പറയുന്നതല്ലേ യഥാർത്ഥ പൊസിഷൻ. അല്ലാതെ സ്ത്രീ എന്ത് വസ്ത്രം ഇട്ടാലും കുഴപ്പമില്ല, പുരുഷൻ അങ്ങോട്ട് നോക്കി പോകരുതെന്ന അൺറിയലിസ്റ്റിക് ആയ നിലപാടെടുക്കുന്നതാണോ? കുറെ കൂടെ മിതത്വം വേണമെന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതല്ലേ? ഞാനൊരു സാമൂഹിക യാഥാർത്ഥ്യം അങ്ങനെയാണ്. സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരും സുഹൃത്തുക്കളും മിതത്വം പാലിക്കണം എന്ന് പറയുന്നത് ഇത്ര അന്താരാഷ്ട്ര വലിയ തെറ്റാണോ?
രാഹുൽ പറഞ്ഞ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ, അതിനെ അവിടെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാം. ബോച്ചെ ഹണി റോസിനെ കുറിച്ച് മാത്രമാണോ ഈ തരത്തിൽ ദ്വയാർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളത്? നേരത്തെ പറഞ്ഞല്ലോ, മോറലി റോങ് ഇസ് കനോട്ട് ബി പൊളിറ്റിക്കലി കറക്റ്റ്. ഒരു പാവപ്പെട്ട വൃദ്ധരായ മനുഷ്യൻ അയാളുടെ ചായക്കടയിൽ വാഴയ്ക്കാപ്പം കൊണ്ട് കൊടുത്തതിന്റെ പേരിൽ ബോച്ചെ പറഞ്ഞ കമന്റിനകത്ത് എന്ത് വസ്ത്രധാരണത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു? അത് കേരളത്തിലെ മലിനമാക്കിയില്ല, കേരളത്തിന്റെ സാംസ്കാരിക പ്യൂരിറ്റിയെ സാങ്ക്ടിറ്റിയെ നശിപ്പിച്ചില്ല ബോച്ചെ. തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞ കാര്യം അതൊക്കെ പൊതുമാലിന്യത്തെയാണ് അല്ലല്ല പൊതുമാലിന്യത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള ന്യായങ്ങളുമായിട്ട് വരുന്നത്. രക്ഷപ്പെടുത്തി ശിക്ഷിക്കാണ് ഞാൻ ആരാണ്? പക്ഷെ ഒരു ഭാഗത്തൊരു ന്യായമുണ്ട്, മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളെ കുറെ കൂടെ നമ്മളുടെ വസ്തുതയോടുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രാഹുൽ നമ്മളിവിടെ ശ്രമിക്കുന്നത് രാഹുൽ നമ്മളിവിടെ എന്താണ് ശ്രമിക്കുന്നത്? ലിവ് ആൻഡ് ലെറ്റ് ലിവ് അല്ലേ? നമുക്കൊരാളെ ജീവിക്കാൻ അനുവദിക്കാം. ഹണി റോസിനെ അവിടെ മാറ്റി നിർത്തൂ. പാവപ്പെട്ട പിന്നെ ചായക്കടക്കാരനെ പറഞ്ഞതോ അയാളുടെ വേഷത്തിൽ എന്ത് മോശം ഉണ്ടായിരുന്നു? അല്ലാതെ ഈ പൊതുവേദികളിൽ കൈ കൊടുക്കാൻ ഒരു പെൺകുട്ടി ശ്രമിച്ചാൽ അതിനോട് പറയുന്ന മോശം കമന്റുകളോ അതിനെന്ത് കുഴപ്പമുണ്ടായിരുന്നു? യോജിക്കുന്നു, 100% യോജിക്കുന്നു. 100%, 99 അല്ല 100% യോജിക്കും. എന്താ നമ്മളിവിടെ ശ്രമിക്കുന്നത് എന്താണ്? ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ഒരാളുടെ മൂക്കിന്റെ അറ്റത്ത് വേറൊരാളുടെ സ്വാതന്ത്ര്യം കഴിയുന്നു. നമ്മളുടെ നർമ്മബോധത്തിന് തമാശയ്ക്കൊക്കെ ഒരു അതിര് വേണം. വേറൊരാളെ വേദനിപ്പിച്ചുകൊണ്ടോ മുറിച്ചുകൊണ്ടോ ആവരുത്. കാഴ്ച വസ്തു ആവുന്നതിനോ കാഴ്ച വസ്തുവാക്കുന്നതിനോ ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിനോ ഇതെല്ലാം ഇതിനകത്ത് അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാം ഇതിന്റെ ഈ നമ്മുടെ സൊസൈറ്റിയുടെ ഈ ഒരു എന്താ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കിനകത്ത് ഇതെല്ലാം പെടും. ഞാൻ ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഇത് അതൊക്കെ തെറ്റ് ആണുങ്ങളൊക്കെ തെറ്റ് ഇങ്ങനെ ഒന്നും പറയുന്ന ആളല്ല ഞാൻ. പക്ഷേ ഒരു അതിർവരമ്പ് വേണം ഒരാളെ നോവിക്കുന്നതിന്, ക്രൂരമായി അവരെ അപഹസിക്കുന്ന. അവർക്ക് കുടുംബമുണ്ട്, വ്യക്തിത്വം, അവരെ പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അവരെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കാൻ പറ്റൂല. അത് വേറൊരു കാര്യമാണ് രാഹുൽ. ശരിയാണ്, വളരെ ശരിയാണ്. പാർവതി പറഞ്ഞു വളരെ കറക്റ്റാണ്. ശ്രീജിത്ത് പണിക്കർ യോജിക്കാൻ